ഈ മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ഒരു ദിവ്യ സമുദായമാണ് പന്ത് സമാജം. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ധാർമ്മിക ശ്രദ്ധകളും ആചരണങ്ങളും എല്ലാം ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈശ്വരീയ ചൈതന്യത്തെ വിശ്വസിച്ച് നടക്കുന്നതാണല്ലോ. അങ്ങനെയുള്ള ഈ സമ്പ്രദായത്തെ നിലനിൽപ്പിനും അതിന് പ്രദാനം ചെയ്യുന്ന ചുമതല വഹിച്ച ഒരു സമുദായമാണ് താന്ത്രിക കുടുംബങ്ങൾ. തന്ത്രിമാർക്ക് മാത്രമാണ് ഒരു കാലത്ത് ഈ ഒരു ഭാഗ്യം ലഭിച്ചിരുന്നത്. അങ്ങനെയുള്ള ഈ പവിത്രമായിട്ടുള്ള ഈ സമ്പ്രദായം നിലനിന്ന് വന്നത് എപ്പോഴാണ് തുടങ്ങിയതെന്ന് നമുക്ക് പറയാനാവില്ല. ഭഗവാൻ പരശുരാമനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ വിദ്യ ഈ പ്രപഞ്ചം മുഴുക്കെ ആദരിക്കപ്പെടുന്ന ഒരു മഹാസംരംഭമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ അന്തസ്സത്ത്, ഇതിലുള്ള ദൈവീകമായിട്ടുള്ള ചിന്തകൾ, അതിൻ്റെ ദൈവീകമായിട്ടുള്ള വിശ്വാസങ്ങൾ, ഇതിൻ്റെയൊക്കെ മേന്മകളും യോഗ്യതകളൊക്കെ പറഞ്ഞ് അറിയിക്കാൻ സാധിക്കില്ല. അത്രയും കണ്ട് യോഗ്യതയുള്ള ഈ മഹാവിദ്യ ലോകമുഖത്തിൽ അംഗീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പരിധിവരെയുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ ഇന്നുള്ള ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭാരതവും ഒട്ടുക്കുള്ള ക്ഷേത്രങ്ങളിലും പല സമ്പ്രദായങ്ങളും നമുക്ക് കാണാം. പൂജാവിധികളിലും അതുപോലെ തന്നെ ആചാരവിചാരങ്ങളിലും പല വിഷയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൻ്റേതായ തനിമ നിറഞ്ഞ ഈ ഒരു കേരളീയ ക്ഷേത്ര വിശ്വാസം അല്ലെങ്കിൽ ആചാരം, ഇതിൻ്റെ യോഗ്യതകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഭിന്നമായിട്ടുള്ള അന്തസ്സത്ത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കേരളീയ ക്ഷേത്രത്തിൽ പോയാലും അവിടെയുള്ള അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്യന്ത ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു വിദ്യ നമ്മുടെ സമുദായത്തിൽ എപ്പോഴും നിലനിൽക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇനി വരുന്ന തലമുറകൾ കാത്തു സൂക്ഷിക്കണം. അതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കണം. അതിൻ്റെ ശാസ്ത്രകർത്താക്കന്മാർ അതിന് ഉദ്ദേശിച്ച ആ ശ്രേഷ്ഠമായിട്ടുള്ള സങ്കല്പങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മളെ ഈ തന്ത്രസമാജം ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി നടക്കുന്ന പഠന ശിബിരങ്ങളും അതുപോലെ തന്നെ താന്ത്രിക വിദ്യ പ്രദാനം ചെയ്യുന്ന മഹനീയ വ്യക്തികളും എല്ലാം ഈ സദസ്സിലുണ്ട്. സ്വാമിജിയോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ശുഷ്കമായിട്ടുള്ളൊരു സദസ്സാണ്, എന്നാലും ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടാകുമ്പോൾ വളരെ സന്തോഷപൂർവ്വം സ്വാമിജി അതിനെ സ്വീകരിച്ചു. ഇടനീർ മഠം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. ഇടനീർ മഠത്തിൽ നമ്മുടെ തന്ത്രസമാജത്തിൻ്റെ ഒരു വലിയൊരു ചടങ്ങ്, ഒരു പരിപാടി നമ്മൾ നടത്തി. 2 വർഷം മുമ്പേ ഇടനീർ മഠത്തിൽ വെച്ച് ദൈവികമായ തീർന്ന നമ്മളെ മുമ്പിലത്തെ സ്വാമിജി ശ്രീ കേശവാനന്ദ ഭാരതി സ്വാമിജിയുടെ അനുഗ്രഹത്തോടുകൂടി നമ്മൾ ഇടനീർ മഠത്തിൽ വെച്ചൊരു പരിപാടി നടത്തിയിരുന്നു. അത് തന്ത്രസമാജം ഒട്ടുക്ക് ചേർന്ന് നടന്നതാണ് ഈ മേഖല മാത്രമല്ല. അപ്പം അങ്ങനെയുള്ള പരിപാടിയൊക്കെ സ്വാമിജി നേരിട്ട് നിന്ന് നടത്തി തന്ന ഒരു പാരമ്പര്യം ഇടനീർ മഠത്തിനുണ്ട്. അതുപോലെ തന്നെ സ്വാമിജിയുടെ